എൽ ഡി എഫിൻ്റെ ഈ 10 വർഷത്തെ ഭരണമെന്ന് പറഞ്ഞാൽ മുമ്പേ പരാജയപ്പെട്ടൊരു ഭരണം ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ഇത് ഭാവിയിൽ ഇനി ഒരു 50 വർഷത്തേക്കിന് ഇവിടെ ഒരു MLA പോലും വേറെ ചിന്തിക്കാൻ പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് സാധ്യമല്ലെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി മുൻപുണ്ടായിരുന്ന അമ്പലക്കൊള്ളയും എല്ലാ അഴിമതികളും തുറന്നു കാണിക്കണം. ഒരു രീതിയിലും LDFുമായിട്ട് സന്ധി ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കാത്ത ഒരു മുഖ്യമന്ത്രി അത് VD സതീശൻ ആയിരിക്കും എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ ആദ്യത്തെ ഇലക്ഷൻ മുതലുള്ള ആളാണ്. അപ്പം സാറ് മരിച്ചു കഴിഞ്ഞ് ചാണ്ടി ഉമ്മൻ്റെ ആദ്യത്തെ ഇലക്ഷനെ ഉണ്ടായിരുന്നു, രണ്ടാമത്തേനും ഉണ്ടായിരുന്നു. മിക്കവാറും VD സതീശനാകും. VD സതീശൻ അർഹതപ്പെട്ട ആൾ. പിന്നെ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ നടക്കാം. അത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഭൂരിപക്ഷത്തിൽ ഒരു 40,000-ന് മുകളിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ഇവിടെയുള്ള ഓരോ പ്രവർത്തകരും സജീവമായിട്ട് വർക്ക് ചെയ്തത്. കാരണം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് 40,000-ന് മുകളിൽ പോയി ഒരു 50,000 വോട്ടിൻ്റെയിലും ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ള തികഞ്ഞ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ സാർ, ഇപ്പം UDF വലിയൊരു വിജയമാണ് കേരളത്തിൽ നേടിയിരിക്കുന്നത്. അപ്പോൾ ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നോ? 100% പ്രതീക്ഷിച്ച വിജയം തന്നെയാണ്. പ്രതീക്ഷിച്ചതാണ്. UDF അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ്. 100 സീറ്റാണ് പ്രതീക്ഷിച്ചത്. അതിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പുതുപ്പള്ളിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചാണ്ടിയുമ്മൻ്റെ വിജയം ഉറപ്പായിരുന്നു. പക്ഷേ എത്രത്തോളം വിജയം എന്നുള്ളത് മാത്രമേ സംശയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചാണ്ടിയുമ്മൻ്റെ വിജയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഉമ്മൻചാണ്ടിക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്നത്രയും കാലം ചാണ്ടിയുമ്മൻ എത്ര കാലം മത്സരിച്ചാലും ഭൂരിപക്ഷം നാൾക്ക് നാൾ കൂടി വരുന്നതല്ലാതെ ഒരിക്കലും കുറയത്തില്ല. അതാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. അപ്പം അടുത്ത ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു മുഖ്യമന്ത്രി കോൺഗ്രസിൽ നിന്ന് വരികയാണ്. അപ്പം അത് ആരായിരിക്കും എന്നുള്ള പ്രതീക്ഷ വല്ലതും ഉണ്ട്? ആരായിരിക്കും? കോൺഗ്രസിൻ്റെ MLAമാരും ഹൈക്കമാൻഡും കൂടി തീരുമാനിച്ചിട്ട് അതിൻ്റെ മുഖ്യമന്ത്രിമാർ തീരുമാനിക്കത്തുള്ളൂ. അതിന് നമുക്കൊരു മുൻവിധിയോടുകൂടിയുള്ള ഒരു അഭിപ്രായം പറയാൻ സാധ്യമല്ല. LDFിൻ്റെ ഈ പരാജയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? LDFിൻ്റെ ഈ 10 വർഷത്തെ ഭരണമെന്ന് പറഞ്ഞാൽ മുമ്പേ പരാജയപ്പെട്ടൊരു ഭരണം ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയത്. തൊഴിൽ മേഖലകളൊന്നുമില്ലാതെ സ്തംഭനാവസ്ഥയിൽ കിടക്കുന്നു. നമ്മുടെ വ്യാവസായിക മേഖല, നമ്മുടെ വിദ്യാഭ്യാസ മേഖല, നമ്മുടെ സമൂഹത്തിൻ്റെ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളെ നമ്മുടെ അനിശ്ചിതാവസ്ഥകൾ മാത്രമേ ഉള്ളൂ. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള നമ്മുടെ ആരോഗ്യ മേഖല, സമസ്ത മേഖല ആശുപത്രികളിലും പരാജയമാണ്. ഇപ്പോൾ ഈ ഗവൺമെൻറ് നമ്മുടെ UDF ഭരണത്തിൽ വന്നപ്പം തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 25 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് അതൊരു ഭയങ്കരമായൊരു പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവും ആരോഗ്യ ചെലവുമാണ്, ചികിത്സാ ചെലവുമാണ്. ആ ചികിത്സാ ചെലവിന് 100% ഗ്യാരണ്ടി UDF ഉറപ്പുവരികയാണ്. 25 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ നമ്മുടെ ഇൻഷുറൻസ് കവറേജ് UDF. പിന്നെ സ്ത്രീകൾക്ക് ബസ് യാത്ര സൗജന്യമാക്കി കൊടുക്കുന്നു. നമ്മുടെ സ്വയം തൊഴിൽ തുടങ്ങുന്നതിനുള്ള 5 ലക്ഷം രൂപ വരെയുള്ള വായ്പ, പലിശരഹിത വായ്പകൾ കൊടുക്കുന്നു. ഈ വക കാര്യങ്ങളൊക്കെ വളരെ പ്രതീക്ഷയുണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ പ്രതീക്ഷകളാണ് നമുക്ക് അനുകൂലമായ വോട്ടുകൾ വന്നത്. എന്നാൽ ഈ വിജയത്തിൽ ഒത്തിരി സന്തോഷത്തിലാണ് UDFിൻ്റെ വിജയത്തിൽ. തീർച്ചയായിട്ടും ഞങ്ങൾ മുഴുവൻ ആൾക്കാരും വളരെയധികം സന്തോഷത്തിലാണ്. ചാണ്ടിയുമ്മൻ്റെ ഇത്രമാത്രം ഒരു ഭൂരിപക്ഷം ലഭിച്ചതോടുകൂടി ചാണ്ടിയുമ്മൻ ഒരു ഉന്നതമായ സ്ഥാനത്തേക്ക് സംസ്ഥാന നിയമസഭയിലേക്ക്, മന്ത്രിസഭയിലേക്ക് പോലും വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് പുതുപ്പള്ളിക്കാരിക്കുന്നത്. കഴിഞ്ഞ കേരള നിയമസഭയിൽ ഏതാണ്ട് 50,000-ലധികം വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു യുവ നേതാവാണ്. കേരളത്തിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും ചെന്ന് കവർ ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ആളാണ്. ഇദ്ദേഹം പ്രചരണം നടത്തിയ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കാനുള്ള സാഹചര്യമുണ്ടായി. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരു യുവ മന്ത്രിയായി വരുമെന്നുള്ള പ്രതീക്ഷയിലുമാണ് പുതുപ്പള്ളിക്കാരിക്കുന്നത്. UDF ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയമാണ് നേടിയിരിക്കുന്നത്. അപ്പം ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ ചേട്ടൻ ഈ വിജയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ വിജയം എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളിക്കാരുടെ വിജയം തന്നെയല്ല, കേരളത്തിലെ ജനത്തിൻ്റെ ഒന്നടങ്കം ഒരു വിജയമായിട്ട് വിജയം ആഘോഷമാക്കി തീർത്തിരിക്കുക. കാരണം ഒരു കപ്പിത്താനും കപ്പലും ഉണ്ടായിരുന്നത് മൊത്തത്തിൽ മുങ്ങിയ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ചെറിയ കുറേ പാർട്ടികളുള്ളതും നാമാവിശേഷമായി തീർന്നു. അതിൻ്റെ കാരണം കേരളത്തിലെ ജനം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഇലക്ഷനെ തിരിച്ചറിഞ്ഞു, ഇലക്ഷനിൽ കൂടെ വേണ്ടുന്ന പ്രതികരണം ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പുതുപ്പള്ളിയെ സംബന്ധിച്ച് വന്നാൽ ചാണ്ടിയുമ്മൻ എന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന നേതാവാണ്.
ഉമ്മൻചാണ്ടിയുടെ യാതൊരു പരിഗണനയും ജീവനോടെ ഇരുന്നപ്പോൾ ഇല്ലാഞ്ഞൊരു നേതാവാണ്. കാരണം മറ്റു നേതാക്കന്മാരെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കിന് പിതാക്കന്മാരുടെ പരിഗണനയോടുകൂടിയാണ് അവർ ഏതെങ്കിലും സ്ഥാനത്ത് കയറിയിരിക്കുന്നത്. ഇത് യാതൊരു പരിഗണനയുമില്ലാതെ സ്വയം അധ്വാനിച്ച് പുതുപ്പള്ളിയിൽ വന്ന് ഉമ്മൻചാണ്ടിക്ക് ശേഷം തൻ്റെ അടുത്തോടെ നിന്ന് വിജയിച്ച ഒരു വിജയമാണിത്. അത് 100% കണ്ടെത്തിയിരിക്കുകയാണ്. ഈ വിജയം പുതുപ്പള്ളിയുടെ മാത്രമല്ല കേരള ജനതയുടെ ഒരു വിജയം തന്നെയാണ്. അത് തന്നെയല്ല, അതിനേക്കാളുപരി കേരളത്തിൽ മാതൃകയായിട്ടൊരു പ്രചരണം കാഴ്ചവെച്ച ഈ ഏക MLA എന്നുള്ള നിലയ്ക്ക് ചാണ്ടി ഉമ്മൻ അതിനർഹനാണ്. കാരണം ഫ്ലെക്സും ബാനറും ഒന്നുമില്ലാതെ തെരഞ്ഞെടുപ്പിനെ ചങ്കൂറ്റത്തോടെ നേരിട്ട ഒരു MLA എന്നുള്ള സ്ഥിതിക്ക് ജനം കൊടുത്തിരിക്കുന്ന 100% അംഗീകാരമാണ് ഈ വിജയം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ഭാവിയിൽ ഇനി ഒരു 50 വർഷത്തേക്കിന് ഇവിടെ ഒരു MLA പോലും വേറെ ചിന്തിക്കാൻ പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് സാധ്യമല്ലെന്നുള്ളതിനൊരു തെളിവാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു നിലയിൽ നല്ല ഭാവി MLAക്ക് ആശംസിക്കുന്നതോടൊപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ UDFന് സാധിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. ചേട്ടാ, നമ്മൾ കേരളം മുഴുവൻ കാത്തിരുന്ന ഒരു ജനവിധിയായിരുന്നു ഇന്ന് നടന്നിരുന്നത്. അപ്പം ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം വിജയം ഉറപ്പാണ്, പക്ഷേ എത്രത്തോളം വിജയസാധ്യത എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. അപ്പം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് വിജയസാധ്യത ചാണ്ടി ഉമ്മൻ ഒരു 100% ഉറപ്പാണ്. അത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഭൂരിപക്ഷത്തിൽ ഒരു 40,000-ന് മുകളിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ഇവിടെയുള്ള ഓരോ പ്രവർത്തകരും സജീവമായിട്ട് വർക്ക് ചെയ്തത്. കാരണം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് 40,000-ന് മുകളിൽ പോയി ഒരു 50,000 വോട്ടിൻ്റെയിലും ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ള തികഞ്ഞ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതിനെ ആണ് ഞങ്ങൾക്ക് വിശ്വാസം. UDF ആണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പം നടത്തുന്നത്. അപ്പോൾ അത് പ്രതീക്ഷിച്ചിരുന്നോ? തീർച്ചയായിട്ടും UDF ഈ 10 കൊല്ലത്തെ ഭരണം കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ തകർത്തെറിഞ്ഞ ഒരു ഗവൺമെൻറ്റാണ് ഈ കേരളം ഭരിച്ചത്. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് UDF വരും, അത് നല്ല രീതിയിലുള്ള ഒരു ഉന്നത വിജയം കരസ്ഥമാക്കുമെന്നും പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പം ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പം ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു മുഖ്യമന്ത്രി കോൺഗ്രസിൽ നിന്ന് വരികയാണ്. അപ്പം അതിലെന്തെങ്കിലും പ്രതീക്ഷയുണ്ട്? ആരായിരിക്കും അത്? ഞങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ നേതൃത്വം പറയുന്നതനുസരിച്ച് ഞങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാകത്തുള്ളൂ. അത് ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം കൂടെ കൂടിയിരുന്ന് ആലോചിച്ചൊരു നല്ല തീരുമാനമെടുക്കും. എന്തായാലും നല്ല സന്തോഷത്തിലാണ്. ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ പോക്ക്. ഏതായാലും പുതുപ്പള്ളിയിൽ ഞങ്ങൾ സാറിന് ശേഷം സാറിനേക്കാളും മെച്ചപ്പെട്ട സാറിൻ്റെ രീതി പോലെ തന്നെ ജനകീയമായ മുഖമുള്ള ഒരു വ്യക്തിയാണ് ചാണ്ടി ഉമ്മൻ. ചാണ്ടി ഉമ്മൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 38,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു. അത് ഞങ്ങൾക്കൊരു 40-45 ഭൂരിപക്ഷം കിട്ടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ പുതുപ്പള്ളി മണ്ഡലത്തിൽ 8 പഞ്ചായത്തിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു, വർക്ക് ചെയ്തു എല്ലാം. ഏതായാലും നല്ല ഏകദേശം അത്രയും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും അതിനടുത്ത് ഒരു ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മൻ വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാം വിശ്വാസം. ചേട്ടാ, ഇപ്പം നമ്മുടെ UDF വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ വിജയത്തിൽ പറയാനുള്ളത്? UDF നല്ല വിജയത്തിൽ വരണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം ആയിരുന്നു. എന്നാന്ന് വെച്ചാൽ അതുപോലെയുള്ള 10 വർഷത്തെ ഭരണം, ആ ഭരണത്തിന് വിരുദ്ധമായിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത്. 10 വർഷത്തെ ഭരണം കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഇട്ടുകൊണ്ട് ഭരിക്കുകയായിരുന്നു അവർ. അതിൻ്റെ ഒരു പ്രതികാരമാണ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയല്ല, ഉമ്മൻചാണ്ടി സാറെന്ന് പറയുന്നത് കേരളത്തിൽ നിന്നല്ല ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരാളാണ്. ആ സാറ് മരിച്ചാലും ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ സാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ആ സാറിൻ്റെ അനുഗ്രഹം ഇപ്പോഴും കേരളത്തിലെ UDF ഉണ്ട്. അപ്പം ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇത്രയും വലിയൊരു ഒരു ചാണ്ടി ഉമ്മൻ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാണ്. അന്ന് 37,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ചാണ്ടി ഉമ്മൻ ജയിച്ചു. ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ഇപ്പം ചാണ്ടി ഉമ്മൻ ഒരു 40-ന് മുകളിൽ വരും ഈ വേള. അതൊക്കെ ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹമാണ്. പിന്നെ കേരളത്തിലെ ജനങ്ങളുടെ ഭരണത്തിൻ്റെ കുഴപ്പം. അടുത്ത മുഖ്യമന്ത്രി ആരാകുന്നില്ല പ്രതീക്ഷ? മുഖ്യമന്ത്രി മിക്കവാറും VD സതീശനാകുള്ളൂ. VD സതീശന് അർഹതപ്പെട്ട ആൾ. പിന്നെ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ നടക്കാം എന്നുള്ളത്. ചാണ്ടി ഉമ്മൻ്റെ വിജയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ചാണ്ടി ഉമ്മൻ വിജയിച്ചാൽ ചാണ്ടി ഉമ്മൻ ഒരു മന്ത്രിയാണെന്നാണ് എൻ്റെ തോന്നൽ. എൻ്റെ ആഗ്രഹം മന്ത്രിയാവും ചാണ്ടി ഉമ്മൻ. അദ്ദേഹം ഇപ്പോൾ തിരഞ്ഞെടുക്കുന്ന രീതികളാണ്, തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ രീതികളൊക്കെ ആണെങ്കിലും വ്യത്യസ്തമായിരുന്നു. സൈക്കിളിൽ പോവുക, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫലം കണ്ടു ഈ തെരഞ്ഞെടുപ്പ്. അതിൻ്റെ ചാണ്ടി ഉമ്മൻ്റെ ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല, ഒരു ബാൻഡ് കെട്ടിയിട്ടില്ല, യാതൊരു സംഭവമില്ലായിരുന്നു. അതിൻ്റെയൊക്കെ ഗുണമുണ്ട് ചാണ്ടി ഉമ്മൻ ഇവിടെ.
അതുകൊണ്ട് ആ പൈസ എന്ന് പറയുന്നത് ചാണ്ടിയമ്മൻ പാവപ്പെട്ടവർക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി ചെയ്തതാണ്. ചാണ്ടിയമ്മന് പൈസ ചിലവാക്കാൻ ഇല്ലായിട്ടല്ല, അത് വേണ്ടെന്ന് വെച്ചു. ഞങ്ങളും പറഞ്ഞു വേണ്ടെന്ന്. ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ ആദ്യത്തെ ഇലക്ഷൻ മുതലുള്ള ആളാണ്. അപ്പം സാറ് മരിച്ചു കഴിഞ്ഞ് ചാണ്ടിയമ്മൻ്റെ ആദ്യത്തെ ഇലക്ഷനെ ഉണ്ടായിരുന്നു, രണ്ടാമത്തേനും ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഒരാളാണ് ഞാൻ. എന്തായാലും ഈ വിജയത്തിൽ വലിയധികം സന്തോഷത്തിലാണ്. വലിയ സന്തോഷം. ചാണ്ടിയമ്മനെ എൻ്റെ കയ്യിലായിരുന്നു ഇപ്പോൾ 15-20 മിനിറ്റ്. അതുപോലെ ആവേശമാണ് ചാണ്ടിയമ്മൻ ജയിച്ചത്. ചാണ്ടിയമ്മൻ്റെ UDF ജയിച്ചതിൽ UDF ജയിച്ച് ഭരണം എങ്കിലേ കേരളത്തിലെ ജനങ്ങൾ രക്ഷപ്പെടും. ചേട്ടാ, ഇപ്പോൾ UDF വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വിജയത്തിൽ എന്താണ് പറയാനുള്ളത്? ഈ വിജയം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ വിജയമാണ്. കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ച് UDFിൻ്റെയും നേതാക്കളുടെയും വിജയമാണ്. ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. കമ്മ്യൂണിസം കേരളത്തിൽ നിലനിൽക്കുകയില്ല. അപ്പം കോൺഗ്രസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, 100 സീറ്റിൽ കൂടുതൽ നേടുമെന്നുള്ളത്. അപ്പോൾ അതിപ്പം ഫലത്തിൽ വന്നിരിക്കുകയാണ്. കോൺഗ്രസ് 122 സീറ്റ് നേടും, അത് ഉറപ്പാണ്. ഓരോ മണ്ഡലത്തിലും പോയി ഓരോ മണ്ഡലത്തിൻ്റെയും കാര്യങ്ങൾ പഠിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു, കോൺഗ്രസ് 122 സീറ്റ് നേടും. അപ്പോൾ അധികാരത്തിൽ എന്താണല്ലോ വന്നത്, അപ്പോൾ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കുന്ന പ്രതീക്ഷയുണ്ട്? VD സതീശനാണെന്നാണ് കേരളത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ ആഗ്രഹിക്കുന്നത് VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരണം. ഇനി മുൻപുണ്ടായിരുന്ന അമ്പലക്കൊള്ളയും എല്ലാ അഴിമതികളും തുറന്നു കാണിക്കണം. ഒരു രീതിയിലും LDFുമായിട്ട് സന്ധി ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കാത്ത ഒരു മുഖ്യമന്ത്രി അത് VD സതീശൻ ആയിരിക്കും എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ചാണ്ടിയമ്മൻ്റെ വിജയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ചാണ്ടിയമ്മൻ 1.5 ലക്ഷം വോട്ടിന് മേൽ ഭൂരിപക്ഷത്തിൽ ജയിക്കും. പിന്നെ ഞങ്ങളുടെ പുതുപ്പള്ളിക്കാരുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചാണ്ടിയമ്മന് ഒരു നല്ലൊരു വകുപ്പ്, അറ്റ്ലീസ്റ്റ് ഒരു സ്പോർട്സ് വകുപ്പെങ്കിലും കൊടുത്ത് ചാണ്ടിയമ്മനെ നല്ലയിടത്ത് അക്കോമഡേറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഞങ്ങളുടെ പുതുപ്പള്ളിക്കാരുടെ ഒരു വിജയം കൂടെ ആകും എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ വിജയത്തിൽ ഭയങ്കരധികം സന്തോഷത്തിലാണ്. വളരെ സന്തോഷത്തിലാണ്. ഞങ്ങളൊക്കെ എല്ലാ ദിവസവും ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരാണ്. വീണ്ടും ചാണ്ടിയമ്മൻ ഇവിടെ ഭൂരിപക്ഷം കൂടിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. ചാണ്ടിയമ്മൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിക്കത്തില്ല. ഉമ്മൻചാണ്ടി ഇന്നും ഞങ്ങൾ കൂടി ജീവിക്കുന്നു. ചാണ്ടിയമ്മൻ MLA ആണെങ്കിലും ഇതെല്ലാം സ്വർഗത്തിൽ നിന്ന് കാണുന്ന ഒരു ഉമ്മൻചാണ്ടി സാറുണ്ട്. ഉമ്മൻചാണ്ടി സാറ് ഇന്നും ജീവിക്കുന്നു കേട്ടോ. നമുക്ക് 84 ബൂത്ത് എണ്ണി, ഇനി 117 ബൂത്ത് എണ്ണാനുണ്ട്. ലീഡ് 21,000. ശക്കലം ആ ചെരുപ്പൊന്നും വേണം ഒന്ന് മാറ്റിയാൽ അവിടെ അമ്മയ്ക്കോട് ആ പൂയിങ്ങടുത്ത് ഹരി ഹരി
പ്രിയപ്പെട്ടവരെ, ഒരു തെരഞ്ഞെടുപ്പ് കൂടി നിൽക്കുന്നവർ സൂക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പ് പുതുപ്പള്ളി കണ്ട ഏറ്റവും വലിയ വിജയം എനിക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. അതിന് കാരണം എൻ്റെ പിതാവ് തന്നെയാണ്. അതുകൊണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ 14ാമത്തെ വിജയമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. നമ്മളോടൊപ്പം ഇല്ലെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഞാനന്ന് പറഞ്ഞ പോലെ എന്നും നിറസാന്നിധ്യമായി അദ്ദേഹം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഇത്ര വലിയ വിജയം നമുക്ക് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഒരിക്കലും മരിക്കുന്നില്ല. ഇവിടുത്തെ ജനതയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിനെ ഓർത്ത് എനിക്ക് നിങ്ങൾ ചെയ്ത വോട്ട്, അദ്ദേഹത്തിന് കൊടുത്ത വിജയമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി കണക്കാക്കുന്നു. പുതുപ്പള്ളിയുടെ ജനതയോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതം കൊണ്ട് ഞാനത് പൂർത്തിയാക്കും. ഞാൻ പറഞ്ഞിരുന്നു 48 വീട് നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. എൻ്റെ ആഗ്രഹം അടുത്ത 5 വർഷം കൊണ്ട് 200 വീട് പൂർത്തിയാക്കാനാണ്. അതിന് എൻ്റെ ചെലവിലേക്ക് വന്ന ബാക്കി എല്ലാ തുകയും, എൻ്റെ ചെലവ് കഴിഞ്ഞ് കുറച്ച് തുക വന്നിട്ടുണ്ട്, ആ തുക ഫൗണ്ടേഷനിലേക്ക് ഞാൻ കൈമാറുന്നതായിരിക്കും. ഇലക്ഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ദിവസം ഈ രൂപ മുഴുവൻ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ അക്കൗണ്ടിലോട്ട് ഞാൻ മാറ്റി ഇവിടെയുള്ള ആളുകൾക്ക്, അത് വീടിനും മരുന്നിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൈമാറുന്നതായിരിക്കും. എന്ന അവസരത്തിൽ എനിക്ക് വാക്കുകളില്ല. ഇത്ര വലിയ വിജയം ഞാൻ പ്രതീക്ഷിച്ച ഒന്നല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി നന്നായി വരുമെന്ന് വിചാരിച്ചെങ്കിലും ഇത്ര വലിയ വിജയം, അതിന് നിങ്ങളോട് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഒരിക്കൽ കൂടി കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോടും നന്ദി പറയുകയാണ്. കാരണം ഇത് ഉമ്മൻചാണ്ടിയുടെ വിജയമായിട്ടാണ് ഈ വിജയത്തെ ഞാൻ കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, ഞാൻ 30ഓളം സ്ഥലങ്ങളിൽ പോയി, എൻ്റെ സഹോദരി അതുപോലെ തന്നെ പല സ്ഥലത്ത് പോയി. എല്ലായിടത്തും ഉമ്മൻചാണ്ടിക്കായിരുന്നു പ്രാധാന്യം ഉണ്ടായിരുന്നത്. എന്നെയല്ല പ്രതീക്ഷിക്കുന്നത്, അപ്പയെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇത് ഉമ്മൻചാണ്ടിയുടെ വിജയമായിട്ട് ഒരിക്കൽ കൂടി ഞാൻ സമർപ്പിക്കുന്നു. പുതുപ്പള്ളിയിലെ ജനതയോട് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ആ വാക്ക് എന്നും പാലിക്കും എന്ന് മാത്രം പറയാൻ അവസരം എടുത്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാ അനുമതിയോടുകൂടി നമ്മുടെ ചങ്ങനാശ്ശേരി സ്കൂളിൽ പോയി സർട്ടിഫിക്കറ്റ് മേടിച്ച് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. പള്ളി വന്ന് ഒരിക്കൽ കൂടി പള്ളിയിൽ കയറും. അതിനുശേഷം മണർകാട് പള്ളി, മണർകാട് അമ്പലം, അമ്പാടി ദേറ, അതുപോലെ തന്നെ നമ്മുടെ SNDPയുടെ മീനടത്തെ അമ്പലം, ഒപ്പം വെണ്ണിമല രാമലക്ഷ്മണ ക്ഷേത്രം, ഇതെല്ലാം എൻ്റെ പിതാവിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളായിരുന്നു. എനിക്ക് അഭിമാനമുണ്ട്, പുതുപ്പള്ളിയെ പറ്റി അഭിമാനമുണ്ട്. ഇങ്ങനൊരു നാടുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു. ഇത്രയും സ്നേഹത്തിലൂടെ ജീവിക്കുന്നൊരു നാട്, എല്ലാ വ്യത്യാസങ്ങൾക്കപ്പുറം സ്നേഹത്തോട് ജീവിക്കുന്ന ഒരു ജനത, അത് പുതുപ്പള്ളി ഫെസ്റ്റിൽ കണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ വെണ്ണിമല ക്ഷേത്രത്തിൻ്റെ വികസനം എൻ്റെ നമ്പർ 1 അജണ്ടയാണ്. കാരണം അപ്പയുടെ ആഗ്രഹമായിരുന്നു അത് പൂർത്തിയാക്കുക എന്നുള്ളത്. അത് നമ്മൾ 15 ലക്ഷം രൂപ കല്യാൺ സിൽക്സിൽ നിന്ന് ജൂവലേഴ്സിൽ നിന്ന് മേടിച്ചു കൊടുത്തു. ഇനി ബാക്കി സർക്കാർ ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം എനിക്കില്ല. അതുപോലെ നമ്മുടെ പുതുപ്പള്ളിയുടെ വികസനം, പ്രത്യേകിച്ച് റോഡുകളുടെ കാര്യത്തിൽ വളരെയധികം കൺസേൺ ഉണ്ട്. എനിക്കറിയാം, നിങ്ങൾക്കെല്ലാം ഏക വിഷമം എന്നോട് പറയാനുള്ള റോഡാണ്. അത് പുതിയ സർക്കാർ 6 മാസം കൊണ്ട് തന്നെ അത് ചെയ്യും. നമ്മുടെ മുഖ്യമന്ത്രിയെ കൊണ്ട് ഞാൻ പ്രത്യേക പരിഗണന, നമുക്കറിയാം തലപ്പാടിയിലെ ആശുപത്രി അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ടേക്കപ്പ് ചെയ്യും എന്നീ അവസരത്തിൽ. അതുപോലെ തന്നെ എൻ്റെ പിതാവിനെ അപമാനിച്ചാണ് ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്നത്. ഇവിടെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് വരാൻ ഇരുന്നൊരു പരിപാടി
ആ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനെ തടഞ്ഞത് ഇവിടുത്തെ ഗവൺമെൻറ്റാണ്. എനിക്കറിയില്ല എന്താണ് ഇത്രയും വൈരാഗ്യം. പുതുപ്പള്ളിയോട് വൈരാഗ്യം, പുതുപ്പള്ളി റോഡുകളോട് വൈരാഗ്യം, വികസനത്തോട് വൈരാഗ്യം. അവസാനം ഇതാ ഞങ്ങളുടെ സ്ക്വയർ പോലും, ഉമ്മൻചാണ്ടിയുടെ പേരിൽ കൊടുത്ത സ്ക്വയർ പോലും അനുവദിക്കാത്തത്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിയോട് എനിക്ക് ആദ്യം അഭ്യർത്ഥിക്കാനുള്ള ആ സ്ക്വയർ ഒന്ന് അനുവദിച്ചു തരണം. ഇവിടുത്തെ ജനങ്ങളുടെ പഞ്ചായത്തിൻ്റെ ആവശ്യം പ്രതിപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമേയം പാസ്സാക്കിക്കൊണ്ട് എല്ലാ പാർട്ടിക്കാരും കൂടെ ചേർന്ന പ്രമേയം പാസ്സാക്കി കൊണ്ടുവന്നത്. എന്നിട്ടും അവന് പോലും അനുമതി കൊടുക്കാതെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനെ തടഞ്ഞ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്ത് കൂടിയാണ്. അത് പുതുപ്പള്ളി മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ മൊത്തം കൊടുത്ത വിധിയെഴുത്താണ്. അത് ഉമ്മൻചാണ്ടിക്ക് നീതി ലഭിച്ചിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ നീതിയാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നോട് പലതവണ വിഷമം പറഞ്ഞിട്ടുണ്ട്, ഈ കല്ലറ കെട്ടിയിട്ടില്ല, ഈ കല്ലറ എൻ്റെ മാതാവ് ഉൾപ്പെടെ. പക്ഷെ എനിക്ക് വലിയ നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. വളരെ നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. പുതിയ മുഖ്യമന്ത്രി ചുമതലയേൽക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചുമതലയേൽക്കുന്നതനുബന്ധിച്ച് തന്നെ ഈ കല്ലറ കെട്ടുമെന്നുള്ളത് എൻ്റെ അമ്മയ്ക്ക് ഞാനത് വാക്കുകൊടുത്ത് ഈ കല്ലറ കെട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന് സമാധാനമാകും എന്നുള്ള കാര്യം.